നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് മുമ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് പുരാതന കാലം തൊട്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് വന്നിരുന്ന ഒരു ആചാരമാണ്. അതായത് ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള പെസഹ വ്യാഴാഴ്ച വളരെ ആചാരത്തോടു കൂടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പെസഹ അപ്പവും പെസഹ പാലും. അപ്പോൾ പെസഹ അപ്പമാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പം നമ്മളിത് വളരെ പ്രാർത്ഥനാപൂർവം വൃത്തിയോടും ശുദ്ധിയോടും കൂടെ വളരെ ചിട്ടയോടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വിഭവമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളരെ വൃത്തിയോടെ, അതായത് കുളിച്ച് വൃത്തിയോടുകൂടി വേണം നമ്മൾ ഈ അപ്പം ഉണ്ടാക്കാൻ, അഥവാ പെസഹ പാൽ ഉണ്ടാക്കുമ്പോഴാണേലും അപ്പം ഉണ്ടാക്കുമ്പോഴാണേലും. പിന്നെ മറ്റ് നമ്മളിപ്പം വേറെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കരുത്. അത് അത്ര ശരിയായ ഒരു കാര്യമല്ല. അപ്പം നമ്മുടെ ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായിട്ട് പറ്റുമെങ്കിൽ അടുക്കളയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിനായിട്ട് എടുക്കുന്ന സാധനങ്ങൾ എപ്പോഴും ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. തേങ്ങ ആയാലും ഉള്ളി ആയാലും അങ്ങനെ എന്ത് സാധനമാണോ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്, അത് പുതിയത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഇവിടെ എടുക്കേണ്ടത് അരിയാണ്. അപ്പം അരി നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം. പച്ചരി എടുക്കാം, ഇഡലി റൈസ് എടുക്കാം, ഏത് വേണേലും എടുക്കാം. ഏത് അരി എടുത്താലും നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ഫിക്സ് ചെയ്യുക. നിങ്ങൾ ഗ്ലാസ്സിനാണ് എടുക്കുന്നതെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ ബാക്കി സാധനങ്ങളും എടുക്കുക. അഥവാ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നതെങ്കിൽ അത് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കാനും അത് തന്നെ ഉപയോഗിക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഈ ഗ്ലാസ്, ഇതൊരു 100 ml ഗ്ലാസ്സാണ്. ഇതിന് 2 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അത് ഞാൻ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതിങ്ങനെ ആദ്യം തൂകിയെടുക്കുക, അതിനുശേഷം നിരപ്പെ വടിക്കുക. കണ്ടോ? നിങ്ങൾ കൂന കൂട്ടിയാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ എല്ലാ മെഷർമെൻറ്റ്സും എടുക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെ വടിച്ചുള്ള മെഷർമെൻറ്റ്സ് ആണ് എടുത്തത്. അപ്പോൾ ഇതേപോലെ തന്നെ ഉഴുന്നും അരിയും എടുക്കുക. ഇങ്ങനെ ഞാൻ വടിച്ചെടുത്ത 2 കപ്പ് ഇഡലി റൈസാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. 2 കപ്പ് അരി, ഇതേപോലെ തന്നെ 1/4 കപ്പ്, അതായത് അര മുതൽ 1/4 കപ്പ് വരെ, അതിൽ കൂടണ്ട, 1/4 കപ്പ് വരെ 1/4 കപ്പ് ഉഴുന്ന്, അത്രയാണ് ഞാൻ എടുത്തത്. ഇതേപോലെ തന്നെ ഞാൻ ഉഴുന്ന് ഇങ്ങനെ 1/4 കപ്പാണ് എടുത്തത്. ഈ ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ്സാണ് ഉഴുന്നും എടുത്തത്. അങ്ങനെ ഒരു 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കുതിർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരിയും ഉഴുന്നും കഴുകിയതിന് ശേഷം വേണം കുതിർക്കാൻ വെക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഞാനിവിടെ അതൊരു 3 മണിക്കൂർ മുമ്പ് അരിയും കുതിർക്കാനിട്ടിരുന്നു, ഉഴുന്നും കുതിർക്കാനിട്ടിരുന്നു. അങ്ങനെ കുതിർത്തെടുത്ത അരിയും ഉഴുന്നും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, തേങ്ങയാണ് വേണ്ടത്. തേങ്ങ ഇതിപ്പം ഞാൻ ഒരു 1.5 മുറി തേങ്ങ ചിരകിയെടുത്തതാണ്. തേങ്ങ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ടേസ്റ്റ് കുറച്ച് കൂടത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചിരകിയെടുത്ത 1.5 മുറി തേങ്ങയാണ്. പിന്നെ ഇവിടെ വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു 10-15 ചെറിയ ചുവന്നുള്ളി എടുക്കുക. 2 അല്ലി വെളുത്തുള്ളി മതി. വെളുത്തുള്ളി ഒരുപാട് കൂടി പോകരുത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല ജീരകം. വെളുത്തുള്ളിയുടെ അളവ് എപ്പോഴും കുറച്ച് എടുക്കാവുള്ളൂ. 1 അല്ലെങ്കിൽ 2, അതിൽ കൂടി പോകരുത്. ചുവന്നുള്ളിയുടെയും ജീരകത്തിൻ്റെയും ടേസ്റ്റ് വേണം അല്പം മുന്നിട്ട് നിൽക്കാനായിട്ട്. അതുകൊണ്ട് ചുവന്നുള്ളി അല്പം കൂടിയാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ ജീരകം. ഇനി ഞാൻ അടുത്തതായിട്ട് എടുക്കുന്നത്, പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി പറ്റുമെങ്കിൽ ഉണക്കി വെയിലത്ത് വെച്ച്, അതായത് വേറെ സാധനങ്ങളുടെ സ്മെല്ലൊന്നും വരാൻ പാടില്ല. അപ്പം നല്ല വൃത്തിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്യാനും. അതും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇവിടെ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് ഓരോന്നായിട്ട് തന്നെ സെപ്പറേറ്റ് അരച്ചെടുക്കാം.
ആദ്യം ഞാൻ അരിയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഓൾറെഡി ഈ അരിയിൽ നമ്മൾ ഊറ്റിക്കളഞ്ഞാലും ഒരല്പം വെള്ളം കാണുമല്ലോ. ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് അരയ്ക്കാം. ഒരുപാട് ദോശമാവിൻ്റെ പരുവം പോലെ ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് ലൂസാക്കി അരച്ചെടുക്കരുത്. അല്പം തിക്കായിട്ട് തന്നെ ഇരിക്കണം. അതാണ് അതിൻ്റെ പരുവം. അപ്പം നമുക്ക് ഇതിനോട് കൂടിയുള്ള ആ വെള്ളത്തോടു കൂടി തന്നെ അല്പമായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ഈ അരി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ അരി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അധികം വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് നല്ല വൃത്തിയുള്ള ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഏത് പാത്രത്തിലാണോ കുഴച്ച് വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മാറ്റാം. ബൗൾ നല്ല വൃത്തിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപയോഗിക്കുന്ന സ്പൂണുകളും ഏതായാലും നല്ല വൃത്തിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് തന്നെ ഉഴുന്നും കൂടെ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാൻ ഇത് ഉഴുന്നിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഉഴുന്ന് കൂടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഉഴുന്നും ഞാൻ അതേപോലെ തന്നെ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് അരിയും ഉഴുന്നും കൂടെ അരയ്ക്കാനായിട്ട് ഞാൻ എൻ്റെ അളവ് ഗ്ലാസ്സിന് ഒരു 1.25 ഗ്ലാസ് വെള്ളമേ ആയിട്ടുള്ളൂ. അത്രയും ആണ് ആയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഉഴുന്ന് അരച്ചത് കൂടി ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കൂട്ടൊക്കെ എല്ലാ സ്ഥലങ്ങളിലും സെയിം ആയിരിക്കും. പിന്നെ ഉണ്ടാക്കുന്നതിനും ചേർക്കുന്ന ചില ഇൻഗ്രീഡിയൻസിനൊക്കെ അല്പം വ്യത്യാസം വരുമെന്ന് മാത്രം. ബാക്കിയൊക്കെ ഒരുവിധം ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ തേങ്ങ നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് തേങ്ങ അരഞ്ഞു പോകണ്ട, എന്നാൽ നമുക്കൊന്ന് അരിയുകയും ചെയ്യണം. ആ ഒരു പരുവത്തിന് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം. ഇപ്പം ഞാനിവിടെ തേങ്ങ ഒതുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർക്കാം. ഒരുപാട് അങ്ങ് നമ്മൾ ചമ്മന്തിക്ക് അരയ്ക്കുന്ന പോലെ അങ്ങ് അരഞ്ഞു പോകരുത്. എന്നാൽ ഒന്ന് അരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അരയുകയും ചെയ്യണം. അപ്പം ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ചേർക്കട്ടെ. ഇനി നമുക്ക് അവസാനം ഈ മിക്സിയിൽ ഇതൊന്ന് കഴുകി അല്പം വെള്ളം ചേർത്ത് ഒന്ന് കഴുകി ഇത് കൂട്ടുമൊത്തം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഒഴിക്കാം. അപ്പോൾ ഞാനൊന്ന് അല്പം വെള്ളം ചേർത്തിട്ട് ഈ മിക്സി ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പം ഞാൻ ആ കൂട്ടെല്ലാം മിക്സി അല്പം വെള്ളം ഒഴിച്ച് കഴുകി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ബാക്കി ചെറിയ ഉള്ളി, ജീരകം, പിന്നെ നമ്മുടെ ചുവന്നുള്ളി അതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതുകൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അരയുന്നില്ലെങ്കിൽ മാത്രം 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഉള്ള മിക്സ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. നല്ല അത്യാവശ്യം പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നിങ്ങൾക്ക് പേസ്റ്റ് പോലെ ആകുന്നില്ല, അരയുന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാവുള്ളൂ. ഒരുപാട് വെള്ളം കൂടിപ്പോയരുത്. ഈ മിക്സ് കൂടി നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇന്ന് വ്യാഴാഴ്ച എന്ന് വെച്ചാൽ പെസഹ വ്യാഴാഴ്ച അല്ലാത്തത് കൊണ്ട് ഈ അപ്പത്തിന് മുകളിൽ കുരിശ് വയ്ക്കുന്നില്ല. പെസഹ വ്യാഴാഴ്ച മാത്രമാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. അന്ന് ഉണ്ടാക്കുമ്പോഴും ഒരപ്പത്തിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ കുരിശ് വയ്ക്കാറുള്ളൂ. ബാക്കി മാവുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. ഒരപ്പത്തിന് മുകളിൽ മാത്രം കുരിശ് വയ്ക്കുക. അപ്പം ഞാൻ പെസഹ വ്യാഴാഴ്ച അല്ലാത്തത് കൊണ്ട് ഞാനിന്ന് കുരുത്തോല കുരിശ് വയ്ക്കുന്നില്ല. നമുക്ക് ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്നും കിട്ടുന്ന ആ കുരുത്തോല കുരിശ് വേണം വയ്ക്കാനായിട്ട്. അപ്പം ഇനി ആവിയിൽ പുഴുങ്ങുന്ന സമയത്ത് ഇനി നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കൈ ഉപയോഗിക്കണമെന്നില്ല. കൈ ഉപയോഗിക്കേണ്ട. നമ്മൾ ഏത് സ്പൂൺ കൊണ്ടാണോ ഇളക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പം ഞാൻ അത്യാവശ്യം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി നമുക്ക് വേണമെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പം ഞാൻ ഈ മിക്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ തൊട്ട് ഒരു 2.5 മണിക്കൂർ വരെ, മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക. അതായത് നമ്മുടെ മാവ് പുളിച്ചു പൊങ്ങാൻ പാടില്ല, എന്നാൽ ഒരു മയം വരികയും ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മളൊരു 2 മണിക്കൂർ വെക്കുന്നത്. 2 മണിക്കൂറിൽ കൂടുതൽ 3 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും പോകാൻ പാടില്ല. കാരണം നമ്മുടെ മാവ് പുളിച്ചു പോകാം. പുളിപ്പില്ലാത്ത അപ്പം തന്നെയാണ് ഇതിന് പറയുന്ന പേര്. അപ്പോൾ പുളിച്ചു പോകാൻ പാടില്ല. മാക്സിമം ഒരു 3 മണിക്കൂർ, 2 തൊട്ട് 3 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഈ അപ്പം പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ 2 മണിക്കൂർ ഇതൊന്ന് എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് അടച്ച് വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പുളിച്ച് പൊങ്ങാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2.5 മണിക്കൂറിനുള്ളിൽ തന്നെ പുഴുങ്ങിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഇനി അടുത്ത നമ്മൾ അപ്പം പുഴുങ്ങാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പാത്രം എടുത്തു. ഇതിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം അല്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഫ്ലെയിം കത്തിച്ച് അപ്പച്ചെമ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കണം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പാത്രവും കൂട്ടും കൂടെ അതിലേക്ക് വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ കൂട്ട് അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നമുക്ക് എണ്ണ തടവിയ പാത്രത്തിലേക്ക് നമുക്ക് അല്പാൽപമായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി ഇതിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. ഞാൻ അടച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇഡ്ഡലിത്തട്ടിൽ എന്ന് വെച്ചാൽ അപ്പത്തിൻ്റെ കനം കൂടുതലാണ്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് വെള്ളം ഇഡ്ഡലിത്തട്ടിൽ ഒഴിക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിലൊക്കെ വെക്കാവുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ചെന്ന് കഴിയുമ്പോൾ അപ്പത്തിലേക്കൊക്കെ വെള്ളം ഒരുപാട് ഊർന്നിറങ്ങും. അങ്ങനെയും പാടില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഒരുപാട് വെള്ളം വേണ്ട, ഒരു 2 കപ്പൊക്കെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വീണ്ടും വെള്ളം നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ആവി ഒരുപാട് കൂടുതലായി കഴിയുമ്പോഴാണ് ഈ അപ്പം നമ്മുടെ ഇഡലിയൊക്കെ വെന്ത് കീറത്തില്ലേ, അത് അങ്ങനെ തന്നെയാണ്. ഒരുപാട് നേരം ആവിയിലിരുന്ന് വെന്ത് കഴിയുമ്പം വേവ് കൂടി പോകുന്നത് കൊണ്ടാണ് ആ വെന്ത് കീറൽ വരുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങളൊരു 10 മിനിറ്റ് വേവിക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക. വേവ് നോക്കിയിട്ട് അതനുസരിച്ച് പിന്നെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം കറക്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. നടുഭാഗത്ത് തന്നെ നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. കണ്ടോ, കറക്റ്റായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റത്തെ 1-2 ഭാഗങ്ങളിൽ കുത്തി നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പം വെന്തിട്ടുണ്ട്. ഇനി ഒരുപാട് ആവിയിലിരുന്ന് വെന്ത് കഴിഞ്ഞാൽ ഇത് വിണ്ട് കീറും. അപ്പോൾ അത് ഒഴിവാക്കണം. കറക്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക. ചിലവർ വട്ടം കുറവുള്ള പൊക്കമുള്ള പാത്രത്തിലിടുന്നെങ്കിൽ കുറച്ചും കൂടെ വേവ് വേണ്ടി വരും. അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി മേളിൽ ആവി വെള്ളം വീഴുമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഫോയിൽ പേപ്പർ വേണമെങ്കിൽ ഇടാം. അങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വെള്ളം കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ ആവി വെള്ളമൊന്നും വീഴത്തില്ല. ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വരും. അപ്പം ഈ കാര്യം നമ്മൾ തണുത്തതിന് ശേഷം മാത്രം വേണം അപ്പം ഇതിൽ നിന്നും മുറിച്ചെടുക്കാൻ. നന്നായിട്ട് തണുത്തിട്ട് വേണം അപ്പം നമ്മൾ ഇതിൽ നിന്നും മുറിച്ച് എടുക്കാനായിട്ട്. ഇനി പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് ആർക്കും പേടിയൊന്നും വേണ്ട. എല്ലാവരും നമ്മൾ കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥനയോടെയും ചിട്ടയോടെയും ഉണ്ടാക്കിയെടുത്താൽ അത് കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പുറത്ത് ഒരു അപ്പച്ചെമ്പിലും കൂടെ ഒരപ്പവും കൂടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്
എനിക്ക് ഈ അളവ് പ്രകാരം ചെറിയ പാത്രത്തിന് 2 അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് അളവിൽ മാറ്റം വരുത്തുക. അതനുസരിച്ച് എല്ലാവരും പെസഹ അപ്പം തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.